വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എത്തി, അല്ലെ കമ്പ്യൂട്ടർ സയൻസ് എത്തി. അപ്പോൾ നമുക്കിനി 22 കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷ വരുന്നത്. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് എക്സാം ഉണ്ട്, ഫിസിക്സ് എക്സാം ഉണ്ട്. 3 സബ്ജക്റ്റ് ഇപ്പോൾ എക്സാം കഴിഞ്ഞു, ഇനി 3 കൂടി ഉണ്ട്. അപ്പോൾ ഇനിയുള്ള ഈ 3 സബ്ജക്ട്സ് നമുക്ക് A+ വാങ്ങാൻ പറ്റണം. അതായത് ഫുൾ മാർക്കും A+ഉം, അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. ജസ്റ്റ് പാസ്സാവണം, അല്ലെങ്കിൽ നിങ്ങൾ മടി പിടിച്ചിരുന്ന് എക്സാമിൽ തലേ ദിവസം എടുക്കാൻ നിൽക്കരുത്. അത്യാവശ്യം ഗ്യാപ്പ് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളുണ്ട്. ആ ഗ്യാപ്പുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. ഈ 3 സബ്ജക്റ്റിൽ നമുക്ക് A+ഓ ഫുൾ മാർക്കോ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും മടിയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. കഴിഞ്ഞു പോയ പരീക്ഷയൊക്കെ മേ ബി ടഫായിരിക്കാൻ നിങ്ങൾക്ക് അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട. ഇനിയുള്ള ഈ 3 എനിക്ക് A+ ഉണ്ട്, ഈ 3 എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട്, ഈ 3 എനിക്ക് നല്ല മാർക്ക് ഉണ്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ 22 കമ്പ്യൂട്ടർ സയൻസ് എക്സാം ആണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ പറയുന്നത് കേൾക്കുക. എന്നിട്ട് നിങ്ങളെ തന്നെ വിലയിരുത്തുക, എനിക്ക് ഏതാണ് ടഫ് എന്നുള്ളത്. ഇഫ് സപ്പോസ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്നും കിട്ടില്ല, ഇംഗ്ലീഷ് ഫിസിക്സ് ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തൊട്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് പഠിക്കാം. അതല്ല, ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല, ഫിസിക്സ് ഒന്നും വലിയ പിടുത്തല്ല എന്നുള്ളവരെ ഇംഗ്ലീഷും ഫിസിക്സിലും വേണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നോർമലി ഇപ്പോൾ ഫിസിക്സ് കുറച്ചൊക്കെ എനിക്ക് അറിയാം. ആ 2 ദിവസത്തെ ഗ്യാപ്പ്, 24ഉം 25ഉം 2 ദിവസത്തെ ഗ്യാപ്പ് ഫിസിക്സിനുണ്ട്. ആ ഗ്യാപ്പിലിരുന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ കോൺഫിഡൻ്റ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഇംഗ്ലീഷിന് വില കുറച്ച് കാണരുത്. ഇംഗ്ലീഷ് തലേ ദിവസം നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 22 കമ്പ്യൂട്ടർ സയൻസ് എക്സാം കഴിഞ്ഞ് വന്നാൽ പിറ്റേ ദിവസം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലാണ് എത്ര പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മാർക്ക് പോകുന്നത്, A+ പോകുന്ന ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. ഒരുപാട് കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ A+ പോവാറുണ്ട്, അല്ലെങ്കിൽ പാസ്സാവാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷിന് വില കുറച്ച് കാണരുത്. ഞാൻ നിങ്ങളോട് പറയുന്നത് 14th ഏപ്രിൽ തൊട്ടിട്ട് ഞാൻ ഈ ഒരു ടൈം ടേബിൾ പ്രകാരം, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 13th ആണ്, നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണാൻ 13th ആയിരിക്കും. ഞാനിവിടെ ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത് 14th തൊട്ടിട്ടാണ്. 14th, 15th and 16th ഈ 3 ദിവസം നിങ്ങൾ ഇംഗ്ലീഷിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പഠിക്കണം, കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ഗ്യാപ്പില്ല. ഇംഗ്ലീഷിന് ഗ്യാപ്പില്ലാത്തതുകൊണ്ട് നിങ്ങൾ തലേ ദിവസം ഇരുന്ന് പഠിച്ചുകൊണ്ട് ഒന്നും ആവില്ല. നമ്മൾ ജസ്റ്റ് മലയാളത്തിൽ കഥ അറിഞ്ഞു വെച്ച് പോയിട്ട് ഉണ്ടാക്കി എഴുതി വെച്ചാൽ നമുക്ക് ആ പ്രതീക്ഷിക്കുന്ന മാർക്ക് ഇംഗ്ലീഷിന് കിട്ടില്ല. നല്ല രീതിയിൽ ഇംഗ്ലീഷ് എക്സാം ഫേസ് ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു A+ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വളരെയധികം മാർക്ക് കുറവാണ്. ഇംഗ്ലീഷ് വളരെയധികം ശ്രദ്ധിക്കേണ്ട സബ്ജക്റ്റ് കൂടിയാണ്. നമുക്ക് +2ൻ്റെ പെർസെൻറ്റേജ് കൂട്ടണമെങ്കിൽ ഇംഗ്ലീഷിൽ നല്ല പെർസെൻറ്റേജ് കിട്ടണം, നല്ല മാർക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് 14th, 15th, 16th കമ്പ്യൂട്ടർ സയൻസ് കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾ ഈ 3 ദിവസം ഇംഗ്ലീഷിൽ വേണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ എന്തെങ്കിലും പഠിക്കുകയല്ല, നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് എക്സാമിൻ്റെ തലേ ദിവസം കമ്പ്യൂട്ടർ സയൻസ് എക്സാം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ 14, 15, 16 ഇംഗ്ലീഷിൽ നന്നായിട്ട് പഠിക്കുമ്പോൾ 14th തീയതി 3 ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കുക. 3 L's of Empowerment, Any Woman, Match Box. ഇത് ജസ്റ്റ് കഥ അറിഞ്ഞിരിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. 3 L's of Empowerment എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പഠിക്കണോ അതെല്ലാം പഠിക്കുക. Any Woman, Match Box, അപ്പോൾ വല്ല അപ്രിസിയേഷൻസ് ഉണ്ടെങ്കിൽ അപ്രിസിയേഷൻസ് പഠിക്കുക, ക്യാരക്ടർ സ്കെച്ചുകൾ പഠിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം, നല്ല രീതിയിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രകാരം നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിലും അപ്രിസിയേഷൻ ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം, എന്തൊക്കെ എക്സ്ട്രാ പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞൊരു വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 ചാപ്റ്റേഴ്സ് നന്നായിട്ട് കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന എല്ലാ പ്രധാന ചോദ്യങ്ങളും അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളെ കയ്യിലില്ലെന്ന് ഉറപ്പ് വരുത്തുക, നന്നായിട്ട് പഠിക്കുക. ഒരു പ്രാവശ്യം അത് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ 15th തീയതി ഹോറിഗല്ലു, മെൻഡിങ് വാൾ, ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ 3 ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കുക. ഇതിൽ ഈ ഹോറിഗല്ലു ഒക്കെ വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ 3 പാഠങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട അപ്രിസിയേഷൻസും അതുപോലെ തന്നെ റിവ്യൂ ഉണ്ടെങ്കിൽ റിവ്യൂ, അതുപോലെ ക്യാരക്ടർ സ്കെച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോവാം. അതുപോലെ 16th ഏപ്രിൽ 3 വീൽഡ് റെവല്യൂഷൻ, റൈസ്, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ഏരിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ പാഠങ്ങളെങ്കിലും നിങ്ങൾ കവർ ചെയ്ത് പോകണം. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കാര്യങ്ങളും പഠിക്കുക. ഒപ്പം നമുക്കറിയാം ഇംഗ്ലീഷ് എക്സാമിൽ ഷുവർ ക്വസ്റ്റ്യൻസ് അറിയാലോ, പുറമേ നിന്നൊരു അപ്രിസിയേഷൻ ഉണ്ടാവും, ഒരു പ്രൊഫൈൽ ഉണ്ടാവും, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത്തരം ചോദ്യങ്ങൾ, ഗ്രാമർ
സെക്ഷൻസ് നിങ്ങൾ ഈ 3 ദിവസങ്ങളായിട്ട് കവർ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേ ദിവസം പിന്നെ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. നോൺ ഫോക്കസ് ഏരിയയിൽ ഒന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തലേ ദിവസം നോക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ പഠിച്ച് നിങ്ങൾ ഈ ഫോക്കസ് ചെയ്ത പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ഈ 3 ദിവസം നന്നായിട്ട് പഠിക്കുക. നന്നായി പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പഠിക്കുകയല്ല, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഒരു ടൈം ഇട്ട് ഓരോ ചാപ്റ്ററിന് കൊടുക്കുക, അതിൽ ക്വസ്റ്റ്യൻസ് പഠിക്കുക. നിങ്ങൾക്ക് അത് തലേ ദിവസം ജസ്റ്റ് നോക്കി വിട്ടാൽ മതി. അങ്ങനെ വേണം പഠിക്കാനായിട്ട്, അത്രയും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിൽ 3 L's of എംപവർമെൻറ്റും എനി വുമണും മാച്ച് ബോക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കി ചാപ്റ്റേഴ്സിലൊക്കെ വരുന്ന പ്രധാന ചോദ്യങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിനൊരു സ്റ്റോറി അറിയാത്തവർക്ക് വേണ്ടി എല്ലാ പാർട്ടിൻ്റെ സ്റ്റോറി എന്താണെന്ന് മലയാളത്തിൽ പറയുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഈ ഓരോ ചാപ്റ്റേഴ്സിലും എന്തൊക്കെ പഠിക്കണം, ചാപ്റ്റർ വൈസുള്ള വീഡിയോസ് നമ്മൾ ഈ ഡേയ്സിൽ നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനെ തന്നെ വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. ഒപ്പം കമ്പ്യൂട്ടർ സയൻസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഇടുന്നുണ്ട്. കാരണം കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. കാരണം എൻ്റെ സബ്ജക്റ്റ് തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ബയോളജി നമുക്ക് അധികം ഞാൻ ബയോളജി അല്ലാത്തത് കൊണ്ട് ബയോളജി അധികം വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയല്ല, നമുക്കറിയാം. ഞാൻ ഈ ഇടുന്ന വീഡിയോസിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോകുക, അതൊക്കെ തന്നെ ചോദിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇടുന്ന ഡെയിലി നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ വീഡിയോസ് നിങ്ങൾ അതേപോലെ പഠിച്ചു പോയാൽ മതി. നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്നുണ്ട്. 16-ാം തീയതി കഴിഞ്ഞ് 17 തൊട്ടിട്ട് 22-ാം തീയതി വരെ നിങ്ങൾക്ക് എക്സാം കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട്. 17-ാം തീയതി നിങ്ങൾ പഠിക്കേണ്ടത് 2 ചാപ്റ്റർ വെച്ച് പഠിക്കുക, പക്ഷേ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന ചാപ്റ്റർ പഠിക്കുക. കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള ചാപ്റ്ററും പഠിക്കുക. അപ്പോൾ ഇതിൽ ഓരോ ചാപ്റ്റർ വൈസ് ഞാൻ വീഡിയോസ് ഇടാം. ഓരോ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ചോദ്യങ്ങളാണ്, ആൻസേഴ്സ് ആണൊക്കെ ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ 17-ാം തീയതി 2 പാഠങ്ങൾ നന്നായിട്ട് പഠിക്കുക. 18-ാം തീയതി 3 പാഠം വെച്ച് പഠിച്ചു പോയെങ്കിൽ നമുക്ക് കൂളായിട്ട് എക്സാമിന് തലേ ദിവസം എല്ലാം പഠിച്ച് അവസാനിക്കാൻ പറ്റുള്ളൂ. 18-ാം തീയതി ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് 3rd ചാപ്റ്റർ, 4th ചാപ്റ്റർ എന്ന വെബ് ടെക്നോളജി നല്ല ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്, അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 11th ചാപ്റ്റർ, സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അഡ്വാൻസസ് ഇൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുക. ഒക്കെ തിയറിയാണ്. അപ്പോൾ നൈറ്റൊക്കെ ഇന്ന് പഠിക്കുക, നന്നായിട്ട് എല്ലാ പോയിൻറ്റും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഫുൾ ചാപ്റ്റർ തന്നെ പഠിക്കുക കേട്ടോ, ഫോക്കസ് ഏരിയ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് 19th ഏപ്രിൽ വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്നുള്ള ചാപ്റ്റർ പഠിക്കുക. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാ സ്ക്രിപ്റ്റ് അത് പഠിക്കുക. മോർണിംഗ് ഇത് പഠിക്കുക, ഉച്ചയ്ക്ക് ശേഷം ഇത്, നൈറ്റ് ഇത് സുഖമായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ICT ആൻഡ് സൊസൈറ്റി എന്നുള്ള ചാപ്റ്ററാണ്, അത് ലാസ്റ്റ് ചാപ്റ്ററാണ്, അതും പഠിക്കുക. പിന്നെ വെബ് ഹോസ്റ്റിംഗ്, പിന്നെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ഒക്കെ 20th 3 ചാപ്റ്റർ വെച്ച് നമ്മളിതിങ്ങനെ കവർ ചെയ്ത് പോവാം. അതിനുള്ള സമയം നിങ്ങൾക്ക് ധാരാളം ഉണ്ടാവും. എന്ത് സമയമില്ലെങ്കിൽ നിങ്ങളത് കണ്ടുപിടിച്ച് ആ ടൈം കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറ്റും. കാരണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനുള്ള ദിവസങ്ങളാണ്, വേറെ എൻഗേജ്മെൻറ്റ്സ് ഒന്നുമില്ല. നിങ്ങളിപ്പോൾ ഈ സമയങ്ങളിൽ ഇരുന്നിട്ട് ഈ കാര്യങ്ങളും ഈ ചാപ്റ്റേഴ്സൊക്കെ ഇതുപോലെ തന്നെ ഫുൾ ചാപ്റ്ററായിട്ട് പഠിച്ചു പോവാം. ഫുൾ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. +2 കമ്പ്യൂട്ടർ സയൻസ് എളുപ്പമാണ്. എനിക്ക് +2 കമ്പ്യൂട്ടർ സയൻസിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ഇതേ പ്രകാരം ഓരോ ദിവസം ഒരു 2-3 ചാപ്റ്ററൊക്കെ വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്ത്. അങ്ങനെ കവർ ഞാൻ ഫുൾ ചാപ്റ്റർ ഞങ്ങളൊക്കെ കവർ ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ സാധിക്കും. വളരെ സിമ്പിളാണ്. കമ്പ്യൂട്ടർ സയൻസിലൊക്കെ നമുക്ക് ഫുൾ മാർക്കും വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഓരോ ദിവസം ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉള്ള വീഡിയോസ് ഇടാം. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോവുക. അതൊക്കെ തന്നെ ചോദിക്കാറുള്ളതും. പിന്നെ 20th നമ്മൾ പറഞ്ഞു. 21st നിങ്ങൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് PHP എന്നുള്ള പാഠം കൂടി കവർ ചെയ്യാനുണ്ടാവുള്ളൂ. അത് മോർണിംഗിന് കവർ ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷം ഈ പഠിച്ച പാഠങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസൊക്കെ നോക്കുക. പിന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്നൊന്നും ചോദിക്കില്ല. എന്താണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതുപോലെ തന്നെ ചോദിക്കുകയുള്ളൂ. വാട്ട് യു മീൻ ബൈ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയുള്ളൂ. നമുക്ക് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ഫേസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് തന്നെ മതി, വേറെ ഗൈഡോ ഒന്നും ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ആ പാഠത്തിൽ നിന്ന് എന്തൊക്കെ മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെ നമ്മൾ വീഡിയോസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുക, ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ആ ഭാഗങ്ങൾ പഠിക്കുക, അതാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല കമ്പ്യൂട്ടർ സയൻസിൻ്റെ വീഡിയോസിന് ഡെയിലി വരുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കി വെക്കുക. മേ ബി 3 or 4 വീഡിയോസൊക്കെ ഡെയിലി ഉണ്ടാവും. അപ്പോൾ അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷും കമ്പ്യൂട്ടർ സയൻസും നന്നായിട്ട് ഇന്നത്തെ ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി ആരെങ്കിലും ഫിസിക്സ് ഒട്ടും നോക്കിയിട്ടില്ല, പക്ഷേ ഇംഗ്ലീഷ് എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട്, ഇംഗ്ലീഷ് എനിക്ക് പഠിക്കാൻ പറ്റും, അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 14-ാം തീയതി 15-ാം തീയതി ഒക്കെ ഇരുന്നിട്ട് ഫിസിക്സ് നിങ്ങൾക്ക് പഠിക്കാം, ഒട്ടും അറിയില്ല എന്നുള്ളവർ. പിന്നെ ഇംഗ്ലീഷ് 16-ാം തീയതി മാത്രം നോക്കിയാൽ മതി. 16-ഉം 17-ഉം വേണമെങ്കിൽ നോക്കാം. കമ്പ്യൂട്ടർ പിന്നെ ലാസ്റ്റ് ആ ഒരു ദിവസങ്ങൾ നന്നായിട്ട് നോക്കിയാൽ മതി.
അപ്പോൾ ഞാനായിരുന്നെങ്കിൽ ഇതേപോലെ ടൈം ടേബിൾ ഞാൻ ഇട്ടിട്ടാണ് പഠിക്കുക. ഇത് നിങ്ങൾ നോക്കുക, നിങ്ങൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടർ ആണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഇംഗ്ലീഷ് ആണോ ഫിസിക്സ് ആണോ നോക്കി ടൈം ടേബിൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഇതേപോലെ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് ഇപ്പോൾ കഴിഞ്ഞു പോയ കുറേ ദിവസങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാവും, മടി പിടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടാവും. എക്സാമാണ്, 3 സബ്ജക്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്, 3ലും നമുക്ക് A+ ഉറപ്പിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.